എല്ലാ വർഷത്തെയും പോലെ നമുക്ക് ഈ വർഷവും ളുഹറിന് ശേഷം ക്ലാസ് ഉണ്ട്. സാധാരണ നമ്മൾ എല്ലാ ദിവസവും വ്യത്യസ്തമായ ആളുകൾ വന്ന് എന്തെങ്കിലും കുറച്ച് വിഷയങ്ങൾ ആണ് പ്രസംഗിച്ച് പോകലാണ്. നമ്മൾ കേട്ടെങ്കിൽ കേട്ട് കുറേ ആൾ ഉറങ്ങും, കുറേ ആൾ കേൾക്കും, അങ്ങനെയൊക്കെയാണ് പോകൽ. അപ്പോൾ അതിൽ നിന്നും മാറി ഈ വർഷം മുതൽ നമ്മളൊരു ചെറിയ മാറ്റം ക്ലാസ്സിൻ്റെ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. റമദാൻ ക്ലാസ്സുകൾ കേവലം ഒരു ചടങ്ങാക്കേണ്ട എന്നുള്ളതൊക്കെയാണ്, പഠിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കാക്കി മാറ്റാം. ഇപ്പം 4 വിഷയമാണ് ഈ റമദാൻ ആകെ എടുക്കുന്നത്. 4 ആളെ ക്ലാസ് എടുക്കുകയുള്ളൂ. റമദാൻ 30 വരെ ക്ലാസ് ഉണ്ട്, അത് 4 ആളാണ് മൊത്തം ക്ലാസ്. വെറുതെ ഒരു അടിപൊളി പ്രസംഗമല്ല എന്നർത്ഥം. അങ്ങനെ ഒരു ഒച്ചയ്ക്കാൻ വേണ്ടി നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട 4 ഏരിയകൾ വിശദമായി പഠിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അഴ്മാദുൽ ഖുലൂബ്, മനുഷ്യ ഹൃദയങ്ങൾ, മനുഷ്യൻ്റെ മനസ്സ്, അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടുന്ന ഒരുപാട് വ്യത്യസ്തമായ അധ്യാപനങ്ങളുണ്ട്. കൽബിൻ്റെ പ്രവർത്തനങ്ങൾ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ മാത്രം കിതാബ് എഴുതിയവരാണ്. കൽബിൻ്റെ പ്രവർത്തനങ്ങൾ, മനുഷ്യ കൽബിൻ്റെ പ്രവർത്തനങ്ങൾ, അതിലൂടെ കടന്നു പോകുന്ന വ്യത്യസ്തമായ അമലുകൾ, അതാണ് ഒരു വിഷയം. ഈ ശനിയാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെ അതായിരിക്കും. മറ്റന്നാൾ ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള 6 ദിവസവും അഴ്മാദുൽ ഖുലൂബ് എന്ന വിഷയം ആഷിഖ് അൽ ഹിക്കമിയാണ് ക്ലാസ് എടുക്കുക. വെള്ളിയാഴ്ച നമ്മൾ സാധാരണ പോലെ ജുമായ്ക്ക് ശേഷം സംശയ നിവാരണമാണ്. ജുമാ കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ചിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ഈ എടുത്ത ക്ലാസ്സിലോ അല്ലാതെയൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉള്ള ഒരു അവസരമാണ് വെള്ളിയാഴ്ചകൾ. അത് കഴിഞ്ഞാൽ പിന്നത്തെ ശനി മുതൽ അടുത്ത വ്യാഴം വരെ അഖ്താ ഉൻ ഷാഇഅ എന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ധാരാളം അബദ്ധങ്ങൾ, വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, നിസ്കാരത്തിൽ, നോമ്പൽ, നിത്യജീവിതത്തിലൊക്കെ സംഭവിച്ചു പോണ നൂറുകണക്കായ അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധങ്ങളാണ് മറ്റൊരു ക്ലാസ് ഉണ്ടാവുക. അത് ഡോക്ടർ ഷുറൈസ് റഫിയാണ് ഒരാഴ്ച മൊത്തം ക്ലാസ് എടുക്കുക. ആ വെള്ളിയാഴ്ച വീണ്ടും സംശയ നിവാരണം. അത് കഴിഞ്ഞാൽ അടുത്ത ശനി മുതൽ പിന്നത്തെ വ്യാഴം വരെ ഉള്ള ഒരാഴ്ച ഞാനാണ് ക്ലാസ് എടുക്കുക. തൽബീസ് ഇബ്ലീസ് എന്ന വിഷയമാണ്. പൈശാചികമായ ചതിക്കുഴികൾ, ഏതൊക്കെ തരത്തിൽ മനുഷ്യന്മാരെ ശൈത്താൻ പറ്റിക്കും, എങ്ങനെയൊക്കെ നമ്മളെ പഴിപ്പിക്കാൻ നോക്കും, ഏതൊക്കെ ചതിയിലാണ് നമ്മൾ കൊണ്ടുപോയി ചാടിക്കുക, അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ ലോകത്ത് പലരും ആ വിഷയത്തിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. ഇബ്നുൽ ജൗസിയുടെ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് തൽബീസ് ഇബ്ലീസ്. ഹിജ്റ 500കളിലാണ് ഇബ്നുൽ ജൗസി ജീവിക്കുന്നത്, ഏതാണ്ട് 1000 കൊല്ലം മുമ്പ്. അന്ന് അദ്ദേഹം എഴുതിയ കിതാബാണ് തൽബീസ് ഇബ്ലീസ്, ഇബ്ലീസിൻ്റെ വിശ്വാസുകൾ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഹിജ്റ 8-ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കിതാബാണ് ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസാഇദി ശൈത്വാൻ, പിശാചിൻ്റെ ചതിക്കുഴികളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുക എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ കിതാബാണ് ഇഗാസത്തുൽ ലഹ്ഫാൻ. ഈ 2 ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇൻഷാ അല്ലാഹ് ആ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. 4-ാമത്തെ ആഴ്ച മൗസുഅത്തുൽ ആഖിറ, പരലോകം എന്ന ഒരു വിശാലമായ ലോകം. ഒരു മനുഷ്യൻ മരിക്കുന്നത് മുതൽ ശേഷമുള്ള ബർസഖും ഖബർ ജീവിതവും ഉയർത്തെഴുന്നേൽപ്പും വിചാരണയും മീസാനും സിറാത്തും ഹിസാബും അടക്കം നരകസ്വർഗം വരെ ഉൾക്കൊള്ളുന്ന മൗസുഅത്തുൽ ആഖിറ എന്ന വിശാലമായ ഒരു ഏരിയ. ആ പേരിൽ തന്നെ ലോകത്ത് ഗ്രന്ഥമുണ്ട്. 10 വാള്യങ്ങളായി മൗസുഅത്തുൽ ആഖിറ എന്ന പേരിൽ ഒരു വലിയ ഗ്രന്ഥശേഖരം തന്നെയുണ്ട്. ഈ പറയപ്പെട്ട എല്ലാ മേഖലകളെയും പ്രതിപാദിക്കുന്ന ആ രംഗത്ത് വന്ന ആയത്തുകൾ, ഹദീസുകൾ, അതേപോലെ മുൻഗാമികളുടെ സ്വഹാബത്തടക്കമുള്ള ആളുകളുടെ അധ്യാപനങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് ഷബീബ് സലാഹിയാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ ഈ നിലയ്ക്ക് 4 ആളെ കൊണ്ട് റമദാൻ ഫുള്ള് പഠിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഒരു ക്ലാസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ആർക്കും ഒരു പ്രയാസം വന്നു, അപ്പം മറ്റേ വരും. ഇപ്പോൾ ഒരു 6 ദിവസം ഒന്നാകെ ഒരാൾക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ഒരു അത്യാവശ്യം വന്നു വിചാരിക്കാം. അപ്പം അന്ന് ഒരാൾക്ക് പറ്റില്ലെങ്കിൽ ഈ 4-ൽപ്പെട്ട ഒരാൾ പകരം കൊണ്ട് വരും. അപ്പോൾ അയാളെ വിഷയം എടുക്കും, തിരിച്ച് മറ്റേ ദിവസം മറ്റേ വരും ചെയ്യും. ചിലപ്പോൾ ഒരു 6 ദിവസം ഒന്നാകെ ഇപ്പോൾ ഒരാൾ ഉച്ചയ്ക്ക് ഫ്രീ ആയിക്കോളുമെന്നില്ല. എന്നാലും അങ്ങനത്തെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ഈ 4 ആളുകളായിരിക്കും മുഴുവൻ ക്ലാസ്സുകളും എടുക്കുക ഇൻഷാ അല്ലാഹ്. വെള്ളിയാഴ്ചകൾ സംശയ നിവാരണവുമായിരിക്കും. അപ്പോൾ അതൊരു പഠിക്കാനുള്ള അവസരമായി നമ്മൾ കാണുക. പറ്റുമെങ്കിൽ ഒരു പേനയും ഒരു ബുക്കൊക്കെ ഉണ്ടായാൽ നല്ലതാണ്. ഒന്ന് ആവശ്യമൊക്കെ എഴുതിയെടുക്കാം. അപ്പോൾ സംശയങ്ങൾ നമുക്ക് അവിടെ തന്നെ എഴുതി വെക്കാം. അത് വെള്ളിയാഴ്ചകളാകുമ്പോൾ ആ സംശയങ്ങൾ ചോദിക്കാം. അറിയുമെങ്കിൽ പറയും, ഇല്ലെങ്കിൽ അത് ക്ലാസ്സിലത്തെ ആളൊക്കെ ചോദിച്ചറിഞ്ഞ് പിന്നീട് അയച്ചത് പറയാൻ പറ്റും. അപ്പോൾ ചോദിച്ച എല്ലാ വിഷയമൊന്നും ഇപ്പോൾ ഏതായാലും പറയാൻ കഴിയുന്നില്ല. അറിയാത്താണെങ്കിൽ അവിടെ നോട്ട് ചെയ്തൊക്കെ അത് പിന്നെ അയച്ചാകുമ്പോഴേക്ക് പഠിച്ചു വരാൻ പറ്റിയാൽ പഠിച്ചിട്ടത് പറഞ്ഞു തരാൻ കഴിയും. ഇത് റെക്കോർഡിംഗ് ഉണ്ടാവും, നമുക്ക് പിന്നെയും കേൾക്കാം. ആ നിലയ്ക്ക് പഠിക്കാനുള്ള മനസ്സോട് കൂടി നമ്മൾ തന്നെ
ഉപയോഗപ്പെടുത്തിയാൽ എന്നേക്കും അതൊരു വലിയ മുതൽക്കൂട്ടായി മാറും എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറിലും ഭാഗവാക്കാവാനും നന്മയിൽ മുന്നേറാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.